ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വോംസ്. ആടുജീവിതം ബ്ലസ്സി ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് അഭിനയിച്ച ഏറ്റവും പുതിയ പടമാണ് ആടുജീവിതം. ഈ പടത്തിനെ വിവരിക്കാനായിട്ട് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കിടിലം പടം. എന്താ പറയുക, ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. സുനിൽ KS എന്നാണ് ഈ സിനിമാറ്റോഗ്രാഫറുടെ പേര്. കിടിലം വർക്കാണ്. ഒരു ഹോളിവുഡ് ലെവലിലുള്ള എന്താ പറയുക വിഷ്വൽസാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഗംഭീരമാണ്. മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി ഈ പടത്തിലാണ്. കിടിലമാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ ചില ട്രാൻസിഷൻസ് ഉണ്ട്. ഒരു സീനിൽ നിന്ന് വേറെ സീനിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന കുറേ ട്രാൻസിഷൻ സീനുകളൊക്കെ ഉണ്ട്. ഗംഭീരമാണ്. ഒരു രക്ഷയില്ല. ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സീനിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ പുഴയായിട്ട് മാറുന്ന ഒരു ട്രാൻസിഷൻ സീനുണ്ട്. ഗംഭീരമാണത്. ഒന്നും പറയാനില്ല. ഗംഭീര സീക്വൻസ് ആണത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് വേറെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സൗണ്ടാണ്. അതുപോലെ ഈ റസൂൽ പൂക്കുട്ടിയാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതും ഗംഭീരമാണ്. നമ്മളൊരു നല്ലൊരു തിയേറ്ററിൽ പോയിരുന്ന് ഈ സിനിമ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ ആസ്പെക്റ്റിൽ ഇതിൻ്റെ സൗണ്ട് ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വിഷ്വലും സൗണ്ടും കൂടി സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ AR റഹ്മാൻ പുള്ളി ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ജീവനുണ്ട്. അതായത് ഓരോ സീനിലും എന്താ പറയുക, ആ സീനിൽ എന്താണ് ആവശ്യമെന്നുള്ള സാധനം പുള്ളിയുടെ ഒരു മാജിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ആ ഒരു സീനുകളിലൊക്കെ. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു പ്രത്യേക സീനിനെ എങ്ങനെ എലവേറ്റ് ചെയ്യണം എന്നുള്ളത് പുള്ളിക്ക് അറിയാം. ഇങ്ങനത്തെ സിനിമകളിലൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് പുള്ളി എന്താ പറയുക ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ബ്ലസ്സി എന്ന ഡയറക്ടർ പുള്ളി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ഒരു സിനിമയായിട്ട് വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യമൊക്കെ ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്ര നാളുമുള്ള ഒരു കഷ്ടപ്പാട് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെച്ച ഒരു പേരാണ് പൃഥ്വിരാജ്. എൻ്റെ പൊന്നോ, ഓസ്കാർ വോത്തിയാണ് ശരിക്കും ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആക്ട് എന്ന് പറയുന്നത്. അത്രയും അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും അദ്ദേഹം എന്താ പറയുക ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ പടത്തിൽ ഈ സിനിമയിലെ പേര് പോലെ തന്നെ ഗോഡ് ലൈഫ് എന്നുള്ള പേരിങ്ങനെ എഴുതി വരുമ്പോൾ ആദ്യത്തെ അക്ഷരം വലുതും പിന്നെ ചെറുതായി അവസാനം വരെ ഇങ്ങനെ ചെറുതായി വരുന്ന രീതിയിലാണ് അതിൻ്റെ ഫോണ്ട് കൊടുത്തിരിക്കുന്നത്, ഗോഡ് ലൈഫ് എന്നുള്ളതിൻ്റെ. അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ. അദ്ദേഹം തുടക്കത്തിൽ കാണുമ്പോൾ ഒരു നല്ലൊരു ചെറുപ്പക്കാരനായിട്ട്, പിന്നെ ഇങ്ങനെ ആ സിനിമ കഥ പോകുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു സീനുണ്ട് എൻ്റെ പൊന്നോ, അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അത് വേറെ എങ്ങും കാണിച്ചിട്ടില്ല ആ സീൻ. അദ്ദേഹത്തിൻ്റെ ഫുള്ള് മെലിഞ്ഞ് അസ്ഥികൂടം പോലെ ഇരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ആ സിനിമയിൽ. ഗംഭീര സീക്വൻസാണ് അത്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ് ഈ സിനിമ മൊത്തത്തിൽ. ഗംഭീരമാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു എന്താ പറയുക ഒരു നാഷണൽ അവാർഡെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടേണ്ട ഒരു വർക്കാണ് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയാൻ മറന്നു, ഇതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുവാണ്. അതാ സിനിമയിൽ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് സൂര്യൻ്റെ ഈ വെട്ടം അടിച്ചടിച്ച ആളുകൾ മുഖം ഇങ്ങനെ കറുത്തു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ മൊത്തത്തിൽ തന്നെ. മേക്കപ്പ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈയും കാലും ഒക്കെ ഈ മരുഭൂമിയിലൂടെ നടക്കുന്നതിൻ്റെയും ജീവിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ വളരെ നാച്ചുറലായിട്ട് വളരെ എന്താ പറയുക നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് അദ്ദേഹം ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്ര നല്ല രീതിയിലൊരു മേക്കപ്പ് ഇങ്ങനത്തെ ഒരു സിനിമകളിലൊക്കെ വന്നിട്ടുള്ളതിൽ ഇതായിരിക്കും. ആ മുടിയും താടിയും ഒക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ ഇതിൽ വേറൊരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടറുണ്ട്, പൃഥ്വിരാജിൻ്റെ കൂടെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടർ. അത് ആരാണെന്ന് ശരിക്കും എനിക്കറിയില്ല. പക്ഷെ പുള്ളിയും കിട്ടുമായിരുന്നു. പുള്ളി
വേറെ ലെവലായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് സിനിമയിലുള്ളൂ. ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്. തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്ററിൽ പോയിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ അതിൻ്റെ ഫുൾ ഇവരെന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്, ഇവരുടെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഫുള്ള് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സിനിമോട്ടോഗ്രാഫി, മ്യൂസിക്, ഇതിൻ്റെ എഡിറ്റിംഗ്, സൗണ്ട് മിക്സിങ്, മേക്കപ്പ് എല്ലാം നിങ്ങൾക്ക് ഈ സിനിമയുടെ ഫുൾ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു തിയേറ്ററിൽ പോയിരുന്ന് കാണുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്.